അപ്പൊ ലഘു, നമ്മള് 1100 രാവുകളിലെ ധർമ്മിഷ്ഠനായ ഷെയ്ഖ് എന്ന കഥയുടെ 4 ഭാഗം പറഞ്ഞു അല്ലെ. ഇനി 5ാമത്തെ ഭാഗമാണ് നമ്മൾ പറയാൻ പോകുന്നത് അല്ലെ. എവിടെ നിർത്തിയത്? കഴിഞ്ഞ ഭാഗത്തിൽ എവിടെയാ നമ്മൾ നിർത്തിയത്? ഓർമ്മയുണ്ടാ? എവിടെ? അതായത് രാത്രി ഹസനും ഭാര്യയും കുട്ടികളും ഉറങ്ങുമ്പോ ഭയങ്കര സുബൈദയുടെ ഉറക്കം കെട്ടി നോക്കിയപ്പോ ഭയങ്കര വിളിച്ചു അല്ലെ. ഇതെന്താ രാത്രി ഇങ്ങനെ റൂമിൽ വെളിച്ചം എന്നുള്ള രീതിയിൽ ഹസനെ പിടിച്ചു നുള്ളി അല്ലെ. ഹസനെ ഇങ്ങനെ ഉറക്കം ഞെട്ടി നോക്കുമ്പോ ഭയങ്കര വിളിച്ചു. ഇവർ രണ്ടാളും ആകെ പേടിച്ച് ഇതെന്താ റൂമിൽ ഇങ്ങനെ വെളിച്ചം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നിട്ട് ആ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് കുട്ടികളെ ഉണർത്താതെ ഇവർ രണ്ടാളും പതിയെ പേടിച്ച് നടക്കാണ്. ഇത് എവിടെ നിന്ന്? അപ്പൊ ഒരു ടേബിളിന്റെ മേശപ്പുറത്തിന്റെ മുകളിൽ നിന്നാണ് വെളിച്ചം വരുന്നത്. ആ വെളിച്ചത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ നോക്കി നടന്നിട്ട് അതിന്റെ അടുത്ത് എത്തിയപ്പോ അവർക്ക് മനസ്സിലായി. ആ സുബൈദ പറഞ്ഞ, അയ്യോ ഇത് നമുക്ക് രാവിലെ മീന്റെ വയറ്റിൽ നിന്ന് കിട്ടിയ കല്ലല്ലേ ഇതിനാ ഇത്ര വെളിച്ചം എന്ന് പറഞ്ഞു. നോക്കുമ്പോ ആ കല്ലില്ലേ മീന്റെ വയറ്റിൽ നിന്ന് കിട്ടിയ ബോൾ പോലത്തെ പറഞ്ഞേ ആ സംഭവമാണ് ഇങ്ങനെ പ്രകാശിക്കുന്നത്. അപ്പാട് ഹസൻ ചോദിച്ചു, ഇതെന്താ സംഭവം? ഹസൻ ഇതൊന്നും അറിയില്ലല്ലോ, മീന്റെ വയറ്റിൽ നിന്ന് കിട്ടിയതാണെന്നൊന്നും അറിയില്ലല്ലോ. ആ സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ മീൻ മുറിക്കുമ്പോൾ മീൻ്റെ വയറ്റിൽ നിന്ന് ഒരു ഗോളം കിട്ടി അത് ഞാൻ കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്ത് എന്നിട്ട് കുട്ടികൾ മേശപ്പുറത്ത് കൊണ്ടുവച്ച് വയ്ക്കും. അപ്പോൾ ഏതായാലും സുബൈദ പറഞ്ഞ് നമുക്കൊരു ഉപകാരമായി. ഇനെന്ത് ചെയ്യണ്ട? മണ്ണെണ്ണ വാങ്ങണ്ട, രാത്രിക്ക് മണ്ണെണ്ണ വിളക്ക് കത്തിക്കണ്ട, കാരണം നല്ല വെളിച്ചം കിട്ടിയില്ലേ. അങ്ങനെ മണ്ണെണ്ണ വിളക്ക് കത്തിക്കണ്ട. ഹസനും വിചാരിച്ചാ അത് ലാഭം തന്നെ, ഇനി മണ്ണെണ്ണ വാങ്ങണ്ടല്ല, കാരണം നല്ല ലൈറ്റ് കിട്ടിയില്ലേ. അത് എന്ത് ചെയ്യും? രാവിലെ കുട്ടികള് കടൽക്കരക്കുന്ന ബോൾ പോലെ കളിക്കും, രാത്രി എന്ത് ചെയ്യും? വിളക്കിന് പകരം ഇത് അവിടെ നിന്ന് പ്രകാശിക്കും. അങ്ങനെയായി കുറച്ച് ദിവസം. അങ്ങനെ ഒരു ദിവസം അപ്പുറത്തെ മുക്കുവന്റെ ഭാര്യ എന്ത് ചെയ്തെന്നറിയോ? മണ്ണെണ്ണ വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് സുബൈദയെ വിളിക്കാൻ വേണ്ടി വന്നു. അവരങ്ങനെ കടയിൽ മാസത്തിൽ ഒരു തവണ മണ്ണെണ്ണ നമ്മുടെ റേഷൻ കടയിലെല്ലാം പോകുന്ന പോലെ അവർ പോയിട്ട് വാങ്ങും. അപ്പൊ സുബൈദ പറഞ്ഞു, എനിക്ക് മണ്ണെണ്ണ വേണ്ട. അപ്പൊ ഇവള് ചോദിച്ചു, അല്ല നീ മണ്ണെണ്ണ നിർത്തിയാ? അതെന്ത് പരിപാടിയാ? മണ്ണെണ്ണ വിളക്ക് കത്തിക്കണ്ടേ? ഞങ്ങളിപ്പോ വിളക്ക് കത്തിക്കാറില്ല അങ്ങനെയാന്ന് ചോദിച്ചു. അതെന്താ വിളക്ക് കത്തി ഇരുട്ടത്ത് നിക്കല എന്ന് ചോദിച്ചു. എന്തിനാ പറഞ്ഞല്ല, നമുക്കൊരു സാധനം കിട്ടിയിട്ടുണ്ട് വിളക്കിന് പകരം ഉപയോഗിക്കാൻ. അതെന്ത് സാധന? ഞാൻ ഇതുവരെ കാണാത്തെ. അപ്പോ ഇങ്ങ് വാ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണിനെ കൂട്ടിക്കൊണ്ട പോയിട്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ സാധനം ഉണ്ടല്ലോ ഇത് ഇപ്പൊ കാണുന്നത് പോലെ ഒന്നല്ല, രാത്രി ഭയങ്കര പൊളിച്ചോ ഇതിന്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, മണ്ണെണ്ണ വാങ്ങാറില്ല, വിളക്കിന് പകരം ഇത് ഉപയോഗിക്കാറാന്ന് പറഞ്ഞു. ഓ അതെ, നിന്റെ എല്ലാം ഭാഗ്യം. ഏതായാലും നീ തന്ന മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇത് കിട്ടിയെന്നൊന്നും ആരും പറഞ്ഞില്ല, സുബൈദ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവളെന്ത് ഈ മുക്കുവന്റെ ഭാര്യയില്ലേ ഇത് നാട്ടിൽ മൊത്തം പാട്ടാക്കി. എന്ത്? ഹസന്റെ വീട്ടില് ഒരു സാധനമുണ്ട്, അത് രാത്രിയാകുമ്പോൾ അങ്ങനെ ഭയങ്കര പ്രകാശിക്കും, നല്ല അടിപൊളി സാധനമാണ്, അത് കാണേണ്ട സാധനമാണ് എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഇത് നാട് മൊത്തം പാട്ടായി. അങ്ങനെ ഓരോരുത്തരും ഇത് കാണാൻ വരാൻ തുടങ്ങി ഹസന്റെ വീട്ടിലേക്ക്. കാരണം ഒരു കല്ലിങ്ങനെ പ്രകാശിക്കല്ലേ, അങ്ങനെ കാണാൻ വരാൻ തുടങ്ങി. ഈ വിവരം ആ നാട്ടിലെ രത്ന വ്യാപാരിയുടെ ചെവിയിലെത്തി. ആ നാട്ടിൽ രത്നങ്ങളെല്ലാം വിൽക്കുന്ന ഒരു വ്യാപാരിയുണ്ട്, അയാളുടെ ചെവിയിലെത്തി. ഹസന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കല്ല് പ്രകാശിക്കുന്നുണ്ട്, എല്ലാവരും കാണാൻ പോകുന്നുണ്ട്. ഈ രത്ന വ്യാപാരിക്ക് ഭയങ്കര സൂത്രശാലിയായ അയാൾ വിചാരിച്ചു അതെന്തോ ഒരു വലിയൊരെന്തോ സംഭവമാണ്, അതുകൊണ്ട് അത് ചുളുവില് എങ്ങനെയെന്ന് കൈക്കലാക്കണം. അപ്പൊ ഈ രത്ന വ്യാപാരിന്റെ ഭാര്യ ഗർഭിണിയാണ്, മനസ്സിലായ? അപ്പൊ ആ നാട്ടിലെ ഒരു ആചാരമുണ്ട്, ഗർഭിണികൾ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് കൊടുക്കണം. അതൊരു ആഗ്രഹമാണ്. ഗർഭിണിയുടെ ആ ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അത് സാധിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു മോശത്തരായിട്ടാണ് ആ നാട്ടുകാർ കാണുന്നത്. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ ഈ രത്നവ്യാപാരി ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ, നിന്നോടൊരു കാര്യം പറയണ്ട. എന്താ? നീ ഹസന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു കല്ലുണ്ട് പ്രകാശിക്കുന്നുണ്ടെന്ന് നീ കേട്ടില്ല? ഞാൻ കേട്ട്. നീ അത് പോയിട്ട് അവരോട് ചോദിക്കണം. നീ ഗർഭിണിയാണല്ലോ, അപ്പൊ ഗർഭിണി ചോദിച്ചാല് അവർക്ക് തരാതിരിക്കാൻ പറ്റൂല. അപ്പൊ എന്തെങ്കിലും ഒരു പകരമായിട്ട് ഒരു 10 ദിനാറോ അല്ലെങ്കിൽ ഒരു 15 ദിനാറോ അങ്ങനെ കൊടുത്തോ വേണം ചോദിച്ചാൽ നീ ഏതായാലും പോയി വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ അവള് പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് എത്തി.
ഹസ്സന്റെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഭർത്താവ് പറഞ്ഞിരുന്നത് ഇവിടെ എന്തോ ഒരു കത്തുന്ന ഒരു സാധനമുണ്ട്, പ്രകാശിക്കുന്ന ഒരു സാധനമുണ്ട്, അത് കാണാൻ വേണ്ടി വന്നതാ, എനിക്ക് ഭയങ്കര ആഗ്രഹം അത് കാണാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കണ്ടോ, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ അവളത് കണ്ട് തൊട്ട് നോക്കി ഒന്ന് പിടിച്ചു നോക്കുകയെല്ലാം ചെയ്തു. എന്നിട്ട് അവൾ ചോദിച്ചു ഇതൊന്നും എനിക്ക് തരുമോ? അപ്പൊ അസൻ വീട്ടിലില്ല, അസൻ ജോലിക്ക് പോയി, പകലല്ലേ, ഇതൊന്നും എനിക്ക് തരുമോ? അപ്പോ സുബൈദാക്ക് ചോദിച്ചു, ഗർഭിണിയല്ല ചോദിച്ചത്, അത് ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ, അങ്ങനെയാണ് സുബൈദാക്ക് ഇതൊന്നും അറിയില്ലല്ലോ. സുബൈദ പറഞ്ഞാൽ അതിനെന്താ എടുത്തോ, അല്ല വെറുതെ വേണ്ട, ഒരു 10-15 ദിനാറ് തരാന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വെറുതെ വേണ്ടെന്ന് പറഞ്ഞു. അതൊന്നും സാരിയില്ല, 10 ദിനാർ 15 ദിനാറൊന്നും വേണ്ട, നിങ്ങൾ കാര്യം ചെയ്താൽ മതി, എനിക്ക് മണ്ണെണ്ണ വാങ്ങി തന്നാൽ മതി എല്ലാ മാസവും. മണ്ണെണ്ണക്ക് പകരമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, മണ്ണെണ്ണയെല്ലാം നമ്മൾ ഇഷ്ടംപോലെ വാങ്ങിത്തരാം, ഇത് എടുക്കട്ടെ എന്ന്. ഈ 2 കുട്ടികളില്ലേ, സുബൈദയുടെ 2 കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട്. അവര് ബോളായിട്ട് കളിക്കുന്ന സാധനമായിരുന്നു. അത് ഉമ്മ ഈ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കൊടുക്കും എന്നുള്ളത് മക്കൾക്ക് തോന്നി. മക്കളെന്താക്കിയെന്നറിയോ, അത് ഓടി വന്നിട്ട് ടാബ്ലറ്റ് നിന്ന് എടുത്തിട്ട് ഒരൊറ്റ ഓട്ടോ എന്ന് കടൽക്കരക്കേക്ക്. സുബൈദ പിറകിൽ തന്നെ ഓടി. മക്കള് ഭയങ്കര ഷാറ്റുള്ള കുട്ടികളാ. ആ മക്കളെ പ്രത്യേകത എന്നറിയോ, ഭയങ്കര കുരുത്തക്കാടാണ്, കുസൃതികളാണ് 2 പേര്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്ന വെച്ചാല്, ഒരാൾ പേന്റ് ഇട്ടാലില്ലേ, ആ ഒരു പേനിന്റെ ഉള്ളിൽ 2 ആളും കൂടി കാലിടും. എന്നിട്ട് അത്രയും കുസൃതികളുള്ള കുട്ടികളാ. അതായത് ഒരു പേനിന്റെ കാലിലില്ലേ 2 ആളും കൂടി കാലിട്ടിട്ട് കടൽക്കര കൂടെ കയ്യും പിടിച്ച് നടക്കും. അങ്ങനെ ഒരു കുസൃതിയുള്ള കുട്ടികളാണ് ഈ കുട്ടികള്. ഈ ബോൾ കൊടുത്തിട്ട് നമ്മുടെ കളിപ്പാട്ടോ നമ്മൾ തരൂല, ഇതേ ഉള്ളൂ ആകെ കളിപ്പാട്ടോ, നമ്മൾ തരൂല എന്ന് പറഞ്ഞിട്ട് ഓടി, ഇത് എടുത്തിട്ട് ഓടി. സുബൈദ പറഞ്ഞു തന്നെ, മക്കളെ അത് ഇവർക്ക് കൊടുക്കേണ്ടതാണ്, അങ്ങനെ ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പാടില്ല, അതൊന്നും കുട്ടികൾ വെക്കുന്നില്ല, തരൂല. അപ്പൊ സുബൈദ തിരിച്ചു വന്നിട്ട് പറഞ്ഞു എന്താ ചെയ്യാ, കുട്ടികൾ എടുത്ത് ഓടി. നീ ഒരു കാര്യം ചെയ്യും, ഒന്ന് നാളെ രാവിലെ അസനുള്ള സമയത്ത് ഉപ്പ പറഞ്ഞാൽ കുട്ടികൾ തരും, ഇപ്പൊ തിരിച്ചു പോകാന്ന് പറഞ്ഞു. എന്നാ നാളെ രാവിലെ വരാന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ അസൻ വന്നപ്പോ ഈ സുബൈദ പറഞ്ഞു, നിങ്ങളെ മക്കള് ആ പെണ്ണുങ്ങൾ വന്ന് ചോദിച്ചിട്ട് ഗർഭിണിയല്ലേ, ചോദിച്ചാൽ കൊടുക്കേണ്ടതല്ലേ, ഈ കുട്ടികൾ വിട്ടിട്ടില്ല, ഈ കുട്ടികൾ എടുത്തോടി, അവര് മണ്ണെണ്ണ വാങ്ങിച്ചരാന്നുള്ള പറഞ്ഞതാണ്, അത് എത്ര സുഖാണ്, നമുക്ക് കൊടുത്തൂടെ, ഒരു ഗർഭിണിയുടെ ആഗ്രഹമല്ലേ ചോദിച്ചു. അസൻ പറഞ്ഞു അതെ കൊടുത്തൂടെ, അതിനെന്താ, ഈ കുട്ടികൾ നാളെ കൊടുക്കണം കേട്ടോ, അവര് വന്നിട്ടാകുമ്പോ നാളെ കൊടുക്കണമെന്ന് പറഞ്ഞു. കുട്ടികൾ പറഞ്ഞു ഉപ്പ നമ്മളിത് കൊടുക്കുകയില്ല, നമുക്ക് അതേ കളിപ്പാട്ടുള്ളൂ, നമ്മൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, നാളെ അപ്പൊ നിങ്ങൾ വന്നിട്ടാകുമ്പോൾ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ്. പിറ്റേന്ന് രാവിലെ ഈ രത്നവ്യാപാരിയുടെ ഭാര്യ വന്നു. എന്നിട്ട് അസനുള്ള സമയത്ത് തന്നെ വന്നു. എന്നിട്ട് പറഞ്ഞു അത് ഇന്നലെ കിട്ടാഞ്ഞിട്ട് ഭയങ്കര വിഷമം പോലെ, അതൊന്ന് തരുമോ, അത് വാങ്ങാനാണ് ഞാൻ വന്നത്. അപ്പൊ അസനൊരു ഡൗട്ടായി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഇന്നലെ തരൂലാന്ന് കുട്ടികളെടുത്ത് ഓടിയിട്ട് പോയ പെണ്ണുങ്ങൾ വീണ്ടും അതിന് തന്നെ വന്നപ്പോ ഇതെന്തോ ഒരു സംഭവമാണെന്ന് അസൻക്കൊരു തോന്നൽ, ഇത് കൊടുക്കണ്ടെന്നൊരു തോന്നൽ. അപ്പൊ അസൻ പറഞ്ഞു ശരി തന്നെ, കുട്ടികളെടുത്ത് കുട്ടികൾക്ക് ആകെ കളിപ്പാട്ടായിട്ട് അതേ ഉള്ളൂ, അതുകൊണ്ട് ഞാനെന്താ ചെയ്യാം, കുട്ടികൾ വീണ്ടും ഇത് ഇപ്പൊ കൊടുക്കുമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും അതെടുത്തിട്ട് ഒരൊറ്റ ഓട്ടം. ഈ കുട്ടികൾ ഭയങ്കര സ്പീഡിൽ ഓടുന്ന കുട്ടികളല്ലേ, അച്ഛനിക്ക് പിറകിൽ ഓടാൻ പറ്റുമോ? അച്ഛൻ ആ അവസരം മുതലാക്കിയിട്ട് പറഞ്ഞതാ, ഞാൻ വാങ്ങിച്ചരാന്ന് വിചാരിച്ച കുട്ടികളെടുത്ത് ഓടില്ലേ, ഇപ്പൊ എന്താ ചെയ്യാ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണുങ്ങൾ വീണ്ടും നിരാശയോടെ തിരിച്ചു പോയിട്ട് രക്തവ്യാപാരിയോട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കിട്ടിയിട്ടില്ല, തരാൻ നോക്കിയതാണ്, ആ പൊട്ടിത്തെറിച്ച കുട്ടികൾ അത് തരാൻ വിടുന്നില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ രക്തവ്യാപാരി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ ഒന്ന് പോവാ അവിടെ, രാത്രി പോവാന്ന് ഞാൻ നാളെ, അസൻ വന്നിട്ടാകുമ്പോൾ രാത്രി പോവാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് അസന്റെ വീട്ടിലേക്ക് രത്നവ്യാപാരി വന്നു. ആ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ മനുഷ്യനാണ് ഈ രത്നവ്യാപാരി. അസന്റെ വീട്ടിലൊന്നും ഇതുവരെ അയാൾ വന്നിട്ടില്ല. അങ്ങനെ അസന്റെ വീട്ടിലേക്ക് ഇയാൾ കയറി വരുമ്പോൾ അസനാകെ അത്രയും വലിയ കോടീശ്വരനാണ് അയാൾ കയറി വന്നു. സലാം ചൊല്ലി അസൻ പറഞ്ഞ് ഭവ്യതയോടെ സ്വീകരിച്ച് ഇദ്ദേഹത്തെ അവിടെ ഇരുത്തി. എന്നിട്ട് അസ എൻ്റെ ഭാര്യ 2 തവണ വന്നു, അവൾക്ക് ഒരേ നിർബന്ധം അത് വീട്ടിൽ പോകണമെന്ന്, അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട്, നിനക്ക് കൊടുത്തൂടെ അസൻ പറഞ്ഞു കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, പക്ഷേ കുട്ടികൾ വിടണ്ടേ, കുട്ടികൾക്ക് എന്താ വേണ്ടത് ഞാൻ കൊടുക്കാം, കുട്ടികൾക്ക് കളിപ്പാട്ടാണോ വേണ്ടത് അതൊക്കെ ഇഷ്ടം പോലെ കൊടുക്കും, എന്നാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. കുട്ടികൾ ഒരൊറ്റ കരച്ചില്,
നമ്മളിത് തരൂല എന്നുള്ള വാശിയിൽ തന്നെയാണ് കുട്ടികൾ. അപ്പൊ ഹസൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾക്കെന്നാ പിന്നെ അങ്ങനത്തെ ഒരു ഗോളം വാങ്ങിച്ചാ പോരെ, വേറെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ, ഇതന്നെ വേണമെന്നുണ്ട്. അല്ല, അത് എനിക്ക് അതന്നെ വേണം, അതിന്നെ കിട്ടണം, ഞാൻ എനിക്ക് വേണമെങ്കിൽ ഒരു 100 ദിനാർ തരാതോ, 100 ദിനാർ തരാം. അപ്പൊ ഹസനൊന്ന് ഇതായി. 100 ദിനാർ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി 100 ദിനാർ പറഞ്ഞപ്പോ ഹസന് ഭയങ്കരമായിട്ട് ഒരു ഇതായി. ഹസൻ പറഞ്ഞു, ഒരു കളി കളിച്ച് നോക്കിയാലോ? ഹസൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല എന്നാണ്. ഞാൻ പറഞ്ഞു, 100 ദിനാർ തന്നാ നീ തരൂല, അന്ന് 200 ദിനാർ തരാന്ന് പറഞ്ഞു. ഹസൻ പറഞ്ഞു, ഇല്ല, ഞാൻ കൊടുക്കുന്നില്ല. 500 ദിനാർ തരാന്ന് പറഞ്ഞു. ഹസൻ പറഞ്ഞു, ഇല്ല കുട്ടികൾ ഞാൻ കൊടുക്കുന്നേ ഇല്ല, 1000 ദിനാർ തരാം. ഇല്ല, കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ഈ രത്നവ്യാപാരി ആകെ അത്ഭുതപ്പെടുക. ഹസൻ, ഞാൻ നിനക്ക് 2000 ദിനാർ തരാത്തിന്, നീ ഇങ്ങ് തന്നേ. ഹസൻ ഇരിപ്പിലൊന്ന് എഴുന്നേറ്റ് പോയി. ഈ കല്ലിനാണ് ഇയാൾ വില പറയുന്നത്. അപ്പോൾ പിന്നെ അതിന് മുമ്പ് ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ കല്ല് ഇയാൾ കാണുന്നുണ്ട്, രാത്രി വന്നിട്ട് കണ്ടതിന് ശേഷമാണ് വില പറയുന്നത്. അപ്പോൾ ഈ 2000 ദിനാർ തരാന്ന് പറഞ്ഞപ്പോ ഹസൻ ആകെ കസേരയിൽ നിന്ന് ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോയി. എത്ര പറഞ്ഞേ? 2000 ദിനാർ. 200 ദിനാറാണ് സാധി തന്നത് അല്ലേ, ഇത് 2000 ദിനാർ തരാന്നാ പറയുന്നത്. അപ്പോൾ ഹസൻ ഇരിപ്പില് ഒന്ന് എഴുന്നേറ്റ് പോയി. അപ്പോ ഈ മനുഷ്യനെ രത്നവ്യാപാരിക്ക് പറഞ്ഞ്, ഒരു പഞ്ചപാവാണ് ഹസൻ, ഒരു നാട്ടിലെ ഏറ്റവും വലിയ സത്യസന്ധൻ, ഒരാളെ പറ്റിക്കാതെയും ഒരാളെ വെറുപ്പില്ലാതെയും ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ ഈ രത്നവ്യാപാരിക്ക് ഹസനോട് ഭയങ്കരമായിട്ട് ഇത് തോന്നി, സങ്കടം തോന്നി. എന്നിട്ട് പറഞ്ഞു, ഹസ, നീ നല്ലൊരു വ്യക്തിയാണ്, നീ നല്ല സത്യസന്ധനാണ്, നിന്നോട് ഞാനൊരു കഥ പറഞ്ഞു തരാം, വാ എന്ന് പറഞ്ഞിട്ട് ആ കല്ലിരിക്കുന്ന ആ ഗോളിലെ ആ ഗോളാകൃതിയിലുള്ള കല്ലിരിക്കുന്ന റൂമിലേക്ക് കൂട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ഹസ, നിനക്ക് കിട്ടിയ ഈ സാധനം ഉണ്ടല്ലോ, ഇത് എന്താണെന്ന് നിനക്ക് അറിയുമോ ചോദിച്ചു. നമ്മൾ അറിയില്ല. എന്താണ് ഇത്? ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്, ഈ കല്ലിന്റെ പുറകില്. എന്താ കഥ? അത് ശ്രദ്ധിച്ചു കേട്ടോ, ഈ കഥ പറഞ്ഞുതരാം. മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബിക്ക് അള്ളാഹു ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. എന്ത്? വായുവിലൂടെ സഞ്ചരിക്കാൻ പറ്റും. മറ്റുള്ള മൃഗങ്ങളുടെയും മറ്റുള്ള വസ്തുക്കൾ ജീവികളുടെയും എല്ലാം സംസാരിക്കാനും അവരുടെ സംസാരം കേൾക്കാനും അള്ളാഹു അങ്ങനെ ഒരു മുഅ്ജിസത്ത് സുലൈമാൻ നബിക്ക് കൊടുത്തിട്ടുണ്ട്. സുലൈമാൻ നബി ആകാശത്തിലൂടെ സിംഹാസനവുമായിട്ട് പരിവാരങ്ങളുമായിട്ട് നടന്ന് ആകാശത്തൂടെ സഞ്ചരിക്കുമ്പോൾ സിംഹാസനത്തിലാണ് സഞ്ചരിക്കുക. അപ്പൊ സുലൈമാൻ നബിയുടെ സിംഹാസനത്തിലുള്ള ആ സിംഹാസനത്തിൽ നിന്ന് ഒരുപാട് രത്നങ്ങളും പവിഴങ്ങളും പതിച്ചതാണ് സിംഹാസനം. ഒരു ദിവസം സുലൈമാൻ നബി ആകാശത്തൂടെ പരിവാരങ്ങളുമായിട്ട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ അതിൻ്റെ സിംഹാസനത്തിന്റെ കാലിൽ നിന്നും ഒരു ബോളാകൃതിയിലുള്ള ഒരു സാധനം താഴെ വീണു, കടലിലേക്ക് വീണു. അതൊരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിനെയാണ് മുക്കുവൻ പോയിട്ട് വലയിട്ട് പിടിച്ചത്. ആ കല്ലാണിത്. സുലൈമാൻ നബിയുടെ കാലത്തുള്ള രത്നം പതിപ്പിച്ച കല്ലാണ്. ഇതിന് വില മതിക്കാൻ പറ്റില്ല. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള രത്നാണ്. 2000 ദിനാറൊന്നും ഇതിനൊരു വിലയേ അല്ല. ഞാൻ നിനക്ക് ഈ കഥ മനസ്സിലായത് കൊണ്ട് ഇതിന് കല്ലിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് 5000 ദിനാർ ഞാൻ നിനക്ക് തരുന്നു. 5000 ദിനാറിന് ഞാനിത് എടുക്കാന്ന് പറഞ്ഞു. ഹസനാകെ അന്തം വിട്ട് നോക്കുകയാണ്. ഇതെന്തായി പറയുന്നത്? 5000 ദിനാർ. അങ്ങനെ കച്ചവടം ഉറപ്പിച്ച് 5000 ദിനാറിന് ആ കല്ലാര് വാങ്ങി? ഈ രത്നവ്യാപാരി വാങ്ങി. ഹസനിപ്പോ എത്ര കിട്ടി? 5000 ദിനാർ. 200 ദിനാർ തന്നെ ഭയങ്കര സംഭവമായി കണ്ട സ്ഥലത്താണ് ഹസനിക്ക് എത്ര കിട്ടുന്നത്? 5000 ദിനാർ. 5000 ദിനാർ കിട്ടിയാൽ പിന്നെ ഹസന്റെ കഥ പറയാനുണ്ടാ? ജീവിതം തന്നെ മാറി മറിയില്ലേ? ഹസൻ എന്ത് ചെയ്തു? അതുപോലെയുള്ള ഒരുപാട് കയർ ഫാക്ടറികൾ തുടങ്ങി. നാട്ടില് വലിയൊരു ബംഗ്ലാവ് പണിയിച്ചു. കൊട്ടാര സമൃദ്ധമായ വീട്ടിലാണ് ഇപ്പൊ ഹസന് താമസിക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞു, ഒരു വർഷം തികയാൻ. സാദിയും പഴയ പോലെ വരികയാണ്. എടാ, ഇപ്രാവശ്യം എന്തായാലും ഹസന് എന്തെങ്കിലും ഇതായിട്ടുണ്ടാവും. എന്താ? സാദ് ഒന്നാമൻ പറയാണ്, നീ കൊടുത്ത കട്ടനെ കൊണ്ടാണ് അവനാവേണ്ടത്. ഒന്നും ആയിട്ടുണ്ടാവില്ല. ഹസന്
പഴയ പോലെ തന്നെ 2 തവണ 200 ദിനാർ കൊടുത്തിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ ഈ മരത്തിന്റെ കട്ട കൊടുത്തിട്ടാവണ്ടേ. വാ നമുക്ക് നോക്കാം. ദൂരെ നിന്നേ നോക്കുമ്പോ കാണുന്നുണ്ട് അസന്റെ കട തുറന്നിട്ടില്ല, അടച്ചിട്ടാണുള്ളത്. എന്താ അസൻ എന്ത് പറ്റി? നാട്ടുകാരുടെ അടുത്ത് പോയി ചോദിച്ചു, ഇതെന്താ അസനിക്കാന്റെ കടയിൽ തുറന്നിട്ടില്ലല്ലോ, പൂട്ടിയിട്ടാണല്ലോ. അന്നേരം ഒരാൾ ചോദിച്ചു, അസൻ മുതലാളിന്റെ കടയാണോ? എന്ത് അസൻ മുതലാളിയുടെ കടയാണോ? ആരാ അസൻ മുതലാളി? ഇവിടെയുള്ള അസൻ മുതലാളി അവരെപ്പോ മുതലാളിയായ? ഓ അറിയില്ല, അവരെ വീട് ഇന്ന സ്ഥലത്താണ്. അങ്ങനെ സാദിയും അസന്റെ വീട് അന്വേഷിച്ച് പോവുകയാണ്. പോകുമ്പോ കാണുന്നു വലിയ കൊട്ടാരം പോലെയുള്ള വീട്. സാദിയും ഇങ്ങനെ ഇത് വീട്ടിലേക്ക് കയറണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ മട്ടുപ്പാവിൽ നിന്നിട്ട് അസൻ കാണുന്നുണ്ട് എന്ത് സാദിയും അങ്ങനെ നടന്നു വരുന്നത്. അസന് വേഗം ഓടിച്ചെന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ രണ്ടാളെയും പോയിട്ട് കൈ കൊടുത്ത് കെട്ടിപ്പിടിച്ച് രണ്ടാളെയും, വാ പ്രിയപ്പെട്ടവരെ വാ വാ എന്ന് പറഞ്ഞിട്ട് അവരെണ്ടാളും അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതെന്താ സംഭവം എന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ നോക്കുകയാണ്. അത് അസൻ തന്നെ അല്ലേ? അതെ അസൻ തന്നെ. നിങ്ങളെ വീടായത്? അതെ എൻ്റെ വീട് തന്നെ. വാ കഥയൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ വീട്ടിലേക്ക് കൂട്ടിപ്പോയിട്ട് ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളെല്ലാം രണ്ടാക്കും കൊടുത്ത്, ഭക്ഷണവും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഒരുപാട് സംഭവിച്ച കഥകളെല്ലാം പറഞ്ഞ് ഇങ്ങനെ പിന്നെ മീനെ കിട്ടിയതും മീൻ്റെ വയറ്റിൽ നിന്ന് രത്നം കിട്ടിയതും രത്നത്തിന് ഒരു 5000 ദിനാറിന് വാങ്ങിയ കഥയൊക്കെ ആര് പറഞ്ഞു കൊടുത്ത്? ഈ അസൻ ഇവരോട് പറഞ്ഞു കൊടുത്തു. എന്ത് അതെ. എന്നിട്ട് അത് എന്തായി അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഇവരൊക്കെ അത്ഭുതത്തോട് ഇത് നോക്കി നിൽക്കുകയാണ്. സാധിയും ഇതെല്ലാം സ്വപ്നമാണ്, 1 വർഷം കൊണ്ടാണ് ഇങ്ങനൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് അവര് വീട് കാണാനുള്ള രീതിയിൽ വീടൊക്കെ ചുറ്റിക്കണ്ട് രണ്ടുപേരും അസന്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്ത് ഇങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുകയാണ്. ആര്? അസനും ഇവര് 3 പേരും ഇരുന്നിട്ട് ഊഞ്ഞാലിൽ ആടുമ്പോ അസന്റെ മക്കള് പെട്ടെന്നൊരു പക്ഷിക്കൂട് എടുത്തിട്ട് ഓടി വരികയാണ്. ഉപ്പ ദാ ആ മരത്തിന്റെ മുകളിൽ നിന്ന് വീണ പക്ഷിക്കൂടായത്. ഇതിലൊരു തൊപ്പിയുണ്ട്, നോക്കിയേ. അസൻ വന്നിട്ട് നോക്കുമ്പോ അസൻ അത് തുറന്നു നോക്കുമ്പോ അത് പഴയ തൊപ്പി, അസന്റെ പഴയ 200 ദിനാർ നഷ്ടപ്പെട്ട തൊപ്പിയില്ലേ, ആ തൊപ്പി. അസൻ അത് പെട്ടെന്ന് അതിന്റെ സിബ് തുറന്നു നോക്കുമ്പോ അതില് 150 ദിനാർ ഇതായിട്ട് അസനാകെ അത്ഭുതപ്പെട്ട് നോക്കുമ്പോ അന്ന് ആ പരുന്ത് കൊണ്ടുപോയിട്ടില്ലേ ഇറച്ചിയായിട്ട്, ആ പരുന്ത് ആ ഇറച്ചി വന്നിട്ട് ഇത് എവിടെയോ കാട്ടിലെവിടെയോ ഈ തൊപ്പി ഉപേക്ഷിച്ച് അതൊരു കാക്കയോ പക്ഷിയോ കണ്ടിട്ട് അത് കൊത്തി കൊണ്ടുവന്നിട്ട് കൂടിന് നല്ല ഷീറ്റായിട്ട് വിരിച്ച്. ഏത് കാക്കക്കും പക്ഷിക്കൊന്നും അറിയില്ലല്ലോ ഇതില് 150 ദിനാറുണ്ടെന്ന്. അങ്ങനെ ആ കൂടാണ് പൊട്ടിയിട്ട് താഴെ വീണത് അസന്റെ മുറ്റത്തേക്ക്. അങ്ങനെ ആ 150 ദിനാർ തിരിച്ചു കിട്ടി. എന്നാലൊരു അത്ഭുതം തന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരാള് വീടിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് അസന്റെ വീടിങ്ങനെ നോക്കുകയാണ്. ഇതാരപ്പ? അപ്പൊ സുബൈദ ഇത് കാണുന്നുണ്ട്. സുബൈദ ഇങ്ങനെ തന്നെ കാണുമ്പോ സുബൈദാക്ക് ഇയാൾ എവിടെയോ കണ്ണു മറന്ന ഒരു മുഖം, എവിടെയോ ഇയാളെ കണ്ടേ. പെട്ടെന്ന് ഓർമ്മ വന്ന്, അല്ലാ പണ്ട് വന്നേ പാത്രം വിൽപ്പനക്കാരനത്. അയാള് വാ 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 ഇങ്ങോട്ട് വന്നിട്ട് അയാൾ വിളിച്ചു. അയാളിത് ഈ വീട്ടിലേക്ക് കയറണ്ടേ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം മുമ്പ് അയാൾ വന്നപ്പോ ഒരു കുടില് പോലത്തെ വീടാണ്, അവിടെയാണ് വലിയ കൊട്ടാരം കാണുന്നത്. എനിക്ക് സ്ഥലം മാറിപ്പോയാ എന്താന്നുള്ള രീതിയിൽ അയാൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ സുബൈദ പറഞ്ഞതാ, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു പാത്രക്കാരൻ വന്ന് അയാൾ അത് ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. അപ്പൊ അവിടെ അസന അയാൾ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി. എന്നിട്ട് ചോദിച്ചു, എന്താ? അതെ, അന്ന് ഞാൻ വരുമ്പോ ഇതൊരു ചെറിയൊരു കുടില് പോലത്തെ വീട്, ഇതിപ്പോ കൊട്ടാരായേ. അതല്ല ഞാൻ പിന്നെ പറഞ്ഞുതരാം, നീ എന്താ വന്നേ എന്ന് പറഞ്ഞു. അന്ന് ഇവിടുന്ന് എനിക്കൊരു പാത്രം തന്നിരുന്നു. ആ പാത്രം ഞാൻ ഒടിച്ചു മടക്കി സഞ്ചിയിലിട്ടിട്ട് കൊണ്ടുപോയി എൻ്റെ ഗോഡൗണിൽ കൊണ്ടുവച്ച്. ഒരുപാട് പാത്രങ്ങൾ ഇങ്ങനെ ആയാലാണ് ഞാൻ ഒന്നിച്ചിട്ടാണ് ഇത് കടയിൽ കൊണ്ടുപോയിട്ട് വിൽക്കുക. അങ്ങനെ ഒരാഴ്ച മുമ്പ് ഞാനിത് വിൽക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഈ പാത്രങ്ങളിൽ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു 200 ദിനാർ കിട്ടി. ഈ പാത്രത്തിൽ നിന്ന് ആ 200 ദിനാർ എനിക്ക് അവകാശപ്പെടാത്ത പൈസയാണ്. ഞാനൊരു സത്യസന്ധനായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അത് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ വീട്ടിൽ നിന്നല്ല ഞാനത് വാങ്ങി. ഇതിപ്പോ വലിയ കൊട്ടാരം പോലെയുള്ള വീടാണ്. അതെ, ആ വീട് തന്നെയാണ് ഇത്.
നിങ്ങൾക്ക് ഇവരല്ലേ പിന്നെ പാത്രം തന്നത്? ആ ഇവരെന്നെയാണ് പാത്രം തന്നത്. അപ്പൊ അയാളോട് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. അയാൾ ആ 200 ദിനാറ് സുബൈദാക്ക് തിരിച്ചു കൊടുത്തു. അയാൾക്ക് ഒരുപാട് സമ്മാനങ്ങളെ കൊടുത്തിട്ട് അയാളെ യാത്രയാക്കി. അപ്പോ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. 2 തവണ 200 ദിനാറ് കൊടുത്തിട്ടും ഹസന് പണക്കാരനാകാൻ പറ്റിയില്ല. സാദി പറഞ്ഞതുപോലെ പടച്ചോന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ, അനുഗ്രഹങ്ങൾ ഉണ്ട് മാത്രമേ ഒരാൾക്ക് പണം കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറിയൊരു ഈയക്കട്ട കൊടുത്തിട്ട് അതിൽ നിന്ന് കോടീശ്വരനായി മാറി ആര്? ഹസൻ. ഈ ധർമ്മിഷ്ഠനായ ഷെയ്ഖ് എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുപോലെയുള്ള ഇനിയും ഒരുപാട് കഥകൾ ഈ 1001 രാവുകളിലുണ്ട്. അടുത്ത കഥ എത്രയും പെട്ടെന്ന് തന്നെ ബസ്രയിലെ ഹസൻ. ഇതിനേക്കാളും മികച്ച കഥയാണ്, സൂപ്പർ കഥയാണ്. ബസ്രയിലെ ഹസൻ എന്ന കഥ നിങ്ങൾ ആരും കേട്ടിട്ടില്ലെങ്കിൽ ഈ പേജ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ, ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തൊരു കഥ ബസ്രയിലെ ഹസനുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് നൈറ്റ്. അതെന്ത് പോവാൻ മാത്രം